അപ്പോൾ ദൃശ്യവും 160 കോടിയും. ഇങ്ങനൊരു വാർത്ത നിങ്ങളും കേട്ട് കാണുമല്ലോ. സോഫാർ ഇതൊരു റൂമർ മാത്രമാണ്. പക്ഷെ അത്രയ്ക്ക് കത്തിപ്പടർന്ന റൂമറായിട്ടും ഇതിനോടനുബന്ധപ്പെട്ട വ്യക്തികളായ ദൃശ്യം ഒറിജിനലിന്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആണെന്ന് പറയാനും കഴിയില്ല. മാത്രവുമല്ല, ഹിന്ദി ദൃശ്യം 3യുടെയും മലയാളം ദൃശ്യം 3യുടെയും റിലീസ് സൈമൾട്ടേനിയസ്ലി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഹിന്ദി സിനിമാ പേജുകളിൽ നിന്ന് മാസങ്ങൾക്ക് മുന്നേ കേട്ടു തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ അവരും ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ അടുത്ത പടിയായി എന്ത് സംഭവിച്ചാലും മലയാളം ദൃശ്യം 3 തന്നെയായിരിക്കും ആദ്യം തിയേറ്ററിലെത്താൻ പോകുന്നതെന്ന് മലയാളവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു എന്ന വാർത്ത വരുന്നത്. ഇനി ഇതേ കഥയുടെ ഒരു പൊട്ടൻഷ്യൽ 3ാം ഭാഗമാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ 160 കോടിയുടെ കഥ. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഈ ഡീല് വഴി നടക്കാൻ പോകുന്നതായി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. ഈ വിഷയത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ ഹിന്ദിയും മലയാളവും ഒരുമിച്ചായിരിക്കില്ല തിയേറ്ററിൽ ഇറങ്ങുന്നത്. ആ ഒരു കാര്യത്തെ തടയാൻ ഹിന്ദി പ്രൊഡ്യൂസർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്റർനാഷണൽ റീച്ചുള്ള ദൃശ്യം പോലൊരു സിനിമ ലോകമെമ്പാടുമുള്ള ആളുകൾ കാണാൻ പോകുന്നത് ഒരിക്കലും തിയേറ്ററിൽ ഇറങ്ങിയ മലയാളം വെർഷനിലൂടെ ആയിരിക്കില്ല, മറിച്ച് പടത്തിന്റെ OTT വെർഷൻ ഇറങ്ങുമ്പോഴായിരിക്കും. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഹിന്ദി പ്രൊഡ്യൂസേഴ്സ് ചെക്ക് വെച്ചു എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ചെക്ക് തന്നെ വെച്ചു. അതായത് 160 കോടിയുടെ ചെക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഓക്കെ, നിങ്ങൾ മലയാളം വെർഷൻ ആദ്യം ഇറക്കിക്കോ, പക്ഷേ പടത്തിന്റെ സകല OTT ഡിജിറ്റൽ റൈറ്റ്സും ഞങ്ങൾക്ക് തന്നേക്ക്. ഇങ്ങനെ ഒരു അനുമതി കിട്ടുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ നേരത്തെ എത്തിയ മലയാളം വെർഷന്റെ OTT റിലീസ് പോലും എന്ന് വേണമെന്ന് അവർ തീരുമാനിക്കും. എന്ന് വെച്ചാൽ വേണ്ടി വന്നാൽ മലയാളത്തിന് ശേഷം ഹിന്ദി വെർഷൻ തിയേറ്ററിൽ ഇറങ്ങി അതിന്റെ ഫുൾ തിയേറ്ററിക്കൽ റണ്ണും കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ ഹിന്ദി വെർഷൻ ഓഫ് ദൃശ്യം 3 ആദ്യം OTTയിൽ ഇറക്കാം. എന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞ ഇതുപോലൊരു ഐക്കണിക് സംഗതിയുടെ മുഖമായി വരാൻ പോകുന്നത് നമ്മുടെ മോഹൻലാലിന് പകരം അത് അജയ് ദേവ്ഗൺ ആയിരിക്കും. അല്ല, ഇതിന് നമ്മളിങ്ങനെ എരിപിരി കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. 160 crore മാൻ, 160 കോടിടാ, പോനാ തിരുമ്പി വരുമാ. ഇന്ന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഏത് സ്കെയിൽ ബിസിനസ് നടത്തുന്ന ഒരാൾക്കാണെങ്കിലും 160 കോടി എന്ന് പറയുന്നത് ഒരു ചില്ലറ തുകയല്ല. ആരാണെങ്കിലും അത് ചൂസ് ചെയ്തിരിക്കും. സോ നമ്മൾ വെറുതെ ആന്റണി ജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഇതുപോലൊരു റെസ്പെക്റ്റഡ് ആൻഡ് റെപ്യൂട്ടഡ് ക്രിയേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു മറുപടി വന്ന് ഈ പറഞ്ഞതിന്റെ 100ൽ 1 തരാമെന്ന് പറഞ്ഞാലും നമ്മൾ എടുത്തങ്ങ് കൊടുക്കും. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ്. പിന്നെ ടൈപ്പ് ചെയ്യുന്നവർക്ക് എന്തും ടൈപ്പ് ചെയ്യാലോ. എനിവേസ്, അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് സാധ്യതകൾ നേർത്തതാണെങ്കിലും ഇതുപോലൊരു സംഗതി തുടങ്ങി വെച്ച യഥാർത്ഥ ജോർജ് കുട്ടിയുടെ മുഖം തന്നെ ഇത് അവസാനിക്കുമ്പോഴും ലോകം കാണണമെന്ന് എനിക്കുമുണ്ട്. നമുക്കൊന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന് നോക്കാം. ബിക്കോസ് ഹോപ്പ് ഡസന്റ് ഹാവ് എ മോണിറ്ററി ആസ്പെക്ട്.